നമ്മുടെ കൈലാസയാത്രയില്ലേ, കൈലാസയാത്രയിൽ ഒത്തിരി പേരിങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാം കണ്ടിട്ടും ഈ പറഞ്ഞ പോലെ യൂട്യൂബ് കണ്ടിട്ടൊക്കെ ചാടിക്കേറി പുറപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനും അതിലൊക്കെ പെട്ടതാണ്. എനിക്ക് ഇങ്ങനെ സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു ഹൈ ലെവൽ സ്പിരിച്വാലിറ്റിയൊക്കെ അനുഭവവേദ്യമാക്കാനുള്ള അത്രയും പവറൊന്നും ആയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഇറ്റ്സ് ഓക്കെ, ഇതെല്ലാം ഒരു റിവലേഷനാണല്ലോ, നമ്മൾ പഠിച്ചു, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ വന്നിരുന്ന് ഓരോന്ന് പറയാൻ പറ്റുന്നത്. ഇതിൽ ഒരു കഥ പറഞ്ഞ് തുടങ്ങട്ടെ കേട്ടോ. ഒരു 3 മൗണ്ടനിയേഴ്സ് ഒരു ബുക്കിൽ വായിച്ചാണ്. 3 മൗണ്ടനിയേഴ്സ് എവറസ്റ്റ് കയറാൻ പോയി കഴിഞ്ഞപ്പോൾ എന്തായെന്ന് വെച്ചാൽ അതിൽ 2 പേർക്ക് മനസ്സിലായി. അവർ ഭയങ്കര റിഗറസ് ട്രെയിനിങ് ഒക്കെ എടുത്ത് പോയ ആൾക്കാരാണ്. അവിടെ ചെന്നപ്പോൾ 2 പേർക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് ആകില്ല ഇതെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വി ആർ ക്വിറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഇനി ഒരാളിൽ പറഞ്ഞു നോ ഐ ഡോണ്ട് വോണ്ട് ടു ക്വിറ്റ്, ഐ വോണ്ട് ഗോ ദെയർ. ഞാൻ ആ സമ്മിറ്റിൻ്റെ മുകളിലോട്ട് കയറാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കയറി. അയാൾക്ക് അതിൻ്റെ ആ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് താങ്ങാനായില്ല, അയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ ബാക്കി 2 പേര് തിരിച്ചു വന്നിട്ടാണ്, അവരാണ് ഈ കഥകളെല്ലാം പറഞ്ഞിട്ട് ഒരാളോട് കഥ പറഞ്ഞിട്ട് അവർ എഴുതുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു വാട്ട് ഡു യു ഫീൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്വിറ്റിംഗ് ഓൾസോ സേവ് യുവർ ലൈഫ് സംടൈംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകുന്നത് കാരണം ഞങ്ങൾ സേവായി, ആ മരണത്തിൽ നിന്നും സേവായി. അപ്പം എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ നമ്മൾ ക്വിറ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നു. ഞാനിങ്ങനെ പല കാര്യങ്ങളിലും ചില സമയങ്ങളിലൊക്കെ ഞാൻ ഐ ഗിവ് അപ്പ് എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ല എന്നല്ല, ഞാനും ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഹിമാലയത്തിലേക്ക് പോയപ്പോൾ പരിക്രമൺ ഞാൻ ചെയ്യേയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ബിക്കോസ് ഇതിനൊക്കെ നമുക്ക് നല്ല ട്രെയിനിങ് ഉള്ള ആൾക്കാർ, അവിടുത്തെ ഷെർപ്പകളൊക്കെ അങ്ങ് ഓടി കയറുക കേട്ടോ. എനിക്ക് ഓക്സിജനേ കിട്ടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ പെട്ടെന്ന് ഈ അനീമിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ ഞാനും. പിന്നെ അത് തന്നെയല്ല, വേറെ എന്താ പറയുക, BP ഷുഗർ അതൊന്നും അവിടെ ഒന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. എവറിത്തിങ് വാസ് അണ്ടർ കൺട്രോൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വായു എന്ന് പറയുന്നത്, നമ്മൾ ഈ ആളുകൾ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഊർദ്ധവായു ശ്വസിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അതുപോലെ നമ്മൾ ചെയ്യും അവിടെ. കാരണം അതൊരു കുറച്ച് വായുവാണ് കിട്ടാൻ ശ്രമിക്കുന്നത്. വായു ഇങ്ങനെ വലിക്കുകയാണ് ലങ്സിലേക്ക്. നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ ആ പരിസരത്തെ വായു ഇല്ല. പിന്നെ എങ്ങനെയാണ് വായു അന്തരീക്ഷത്തിലുണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ വലിച്ചാലും കിട്ടുള്ളൂ? ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ എന്ത് കർസർത്ത് ഇവിടെ കാണിച്ച് എക്സസൈസ് ചെയ്ത് പോയ ആൾക്കാരാണെങ്കിലും നടക്കില്ല. അവിടെ ജീവിച്ച് ലങ്സ് അത് അബ്സോർബ് ചെയ്യാനുള്ള, അവിടെ ഉള്ളത് വലിച്ചെടുക്കാനുള്ള അബ്സോർപ്ഷൻ കപ്പാസിറ്റി ലങ്സിന് ഉണ്ടെങ്കിലും മാത്രം നമുക്ക് ജീവവായു കിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ഈ സമതലത്തിലിരിക്കുമ്പോൾ നമ്മൾ ഈ വായുവിനെ പറ്റി ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ദാഹിക്കും, നമ്മൾ വെള്ളം എടുത്ത് കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? സദ്ഗുരു പറഞ്ഞ പോലെ വെള്ളം എടുത്ത് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ വച്ചിട്ട് പ്രാർത്ഥിക്കണം, താങ്ക് യു പറഞ്ഞിട്ട് ചെയ്യണം എന്ന് പറയും വെള്ളത്തിന്. ഓരോ നിമിഷവും ഈ വായു എടുക്കുമ്പോൾ ഞാനിപ്പോൾ താങ്ക് യു പറയാൻ പഠിച്ചു. ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ച ഒരു കാര്യം കേട്ടോ. കാരണം അത്ര പ്രഷ്യസാണ് ആ വായു എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആരോഗ്യമല്ല വേണ്ടത്, നമ്മളങ്ങനെ ക്ഷീണിതരാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വായു എടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹിമാലയം കാണാൻ കൈലാസം കാണാൻ പോവുക, അല്ലെങ്കിൽ ഹിമാലയം ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് കൂടുതലും പ്രാണായാമം ചെയ്ത് ശീലിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഉള്ള യോഗയും അഭ്യാസവും ഒക്കെ അവിടെ ചെന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ തുടക്കം കുറിക്കുന്ന ആൾക്കാർ പറ്റില്ലെങ്കിൽ അത് ക്വിറ്റ് ചെയ്തേക്കണം. കാരണം നോബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ് ഓവർ ദ. നിങ്ങൾ മാത്രമാണ് റെസ്പോൺസിബിൾ. നിങ്ങൾ ഒറ്റയ്ക്ക് പോയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർ ഹസ്ബൻഡോ അല്ലെങ്കിൽ പാരൻസോ മക്കളോ ഒക്കെ ഉണ്ടല്ലോ, പേടിച്ചു പോവും. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനുഭവം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ചെറിയ വീഡിയോയിൽ അരവിന്ദ് ഇരുന്ന് കരഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ദൂരെ ഇരിക്കുമ്പോൾ നമ്മളെ സംസാരിക്കുന്നില്ല. എൻ്റെ ഫോണിന് റേഞ്ച് ഇല്ലായിരുന്നു, അവരയച്ച മെസ്സേജ് എപ്പോഴോ ഇവിടെ വന്ന് വീണു. എല്ലാവരും പേടിച്ചു പോയില്ലേ? അച്ഛനും അമ്മയൊക്കെ പേടിച്ചു.
എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരിക അവിടെ ആൾക്കാർ? അവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോയിട്ട് അങ്ങനെ കുറേ നെഗറ്റിവിറ്റിയൊക്കെ അവിടെ നടക്കുന്നുമുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഞാനിങ്ങനെ ഇങ്ങനത്തെ ഈ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഇങ്ങനെ ഒരുപാട് അതിനകത്ത് എന്താ നടക്കുന്നതെന്നല്ല ഞാൻ നോക്കി കണ്ടിരുന്നത്. ഞാൻ കണ്ടിരുന്നത് കൈലാസനാഥൻ്റെ, അതായത് ശിവൻ ഇരിക്കുന്ന കൈലാസം, അത് മാത്രമാണ് ഞാൻ മനസ്സിൽ വെച്ചിട്ട് പോയുള്ളൂ കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തൃപ്തിയായി. മതി, ഞാൻ കൈലാസം കണ്ടു, യമദ്വാറിൽ പോയി, അത്ര മതി എനിക്കെന്നുള്ള രീതിയിൽ ഞാൻ ക്വിറ്റ് ചെയ്തു. അപ്പോൾ ക്വിറ്റിംഗ് ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് ഇറ്റ് വാസ് റിയലി എ വൈസ് ഡിസിഷൻ എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഇങ്ങനെയുള്ള ട്രെക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ജേർണിക്കോ ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് തയ്യാറാകുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനങ്ങ് പോയി. എനിക്കുണ്ടല്ലോ കുറച്ച് ഈ പറഞ്ഞ പോലെ അബുദാബിയിലിരുന്നിട്ടും ഒക്കെ എനിക്ക് ഈ അമ്പലങ്ങളും ഒക്കെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ആയതുകൊണ്ടേ ഇതിനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ് മീ ഡൂ ഇറ്റ്. കാരണം ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ ബാക്കി എന്ന് വിചാരിച്ച് ജീവൻ ബാക്കി കിട്ടിയത് തന്നെയാണ് എനിക്കിപ്പം വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. അവിടെയുള്ള ചൈനീസ് ഡോക്ടേഴ്സിനൊന്നും നമ്മൾ പറയണ മനസ്സിലാവില്ല. എന്ത് അസുഖമാണ് നമുക്കെന്ന് അവർ പറഞ്ഞെന്താണെന്നറിയോ? ഞാനും ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു, വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് 2 പേർക്കും ഒരേ ഡയഗ്നോസിസ്. എനിക്ക് ചുമയുണ്ടായിരുന്നു, അപ്പം നെഞ്ചത്ത് വെള്ളം കെട്ടിയിട്ടാണ്. കഫം കെട്ടിയനെ ഈ പറയണേ ഇവിടെ വന്ന് 2 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് അത് പമ്പാടുന്നു. അവർക്ക് എന്തൊക്കെയോ ഡിസീസസ് ഉള്ള അവർക്ക് അതൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ്, നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിനെ നമ്മൾ പൂവിട്ട് പൂജിക്കണം. അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല കേട്ടോ ഞാൻ പറയണേ. ചൈന ഡോക്ടേഴ്സ്, അവർക്ക് അവരുടെ ആളുകളുടെ അനാറ്റമി ആയിരിക്കും അറിയാവുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ അനാറ്റമി വ്യത്യാസം ഉണ്ടായിരിക്കും, കാരണം ലങ് കപ്പാസിറ്റിയൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടല്ലോ. അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അനുഭവം തന്നെയാണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ആ കൈലാസത്തിൻ്റെ ആ ഒരു ഇത് കാണുമ്പോഴേ എനിക്ക് തോന്നി ഇത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ പുറത്ത് വാനില ഐസ്ക്രീം ഇങ്ങനെ തൂവിയേക്കണ പോലെയാണ് കൈലാസം കണ്ടപ്പോൾ തോന്നിയത്. ഒരു പാറയാണത് ശരിക്കും. ആ പാറയുടെ മുകളിലേക്ക് മഞ്ഞ് വന്ന് വീഴുമ്പോഴുള്ള ആ ഭംഗിയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എല്ലാവരും ഓരോരുത്തർക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ശിവൻ എന്ന് പറയുന്നതൊക്കെ, ഞാനൊക്കെ 18 വയസ്സ് മുതൽ തിങ്കളാഴ്ച വ്രതം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭർത്താവിനെ കിട്ടാൻ ഒരു ഡൗട്ടും വേണ്ട, നല്ല ഭർത്താവിനെ കിട്ടാൻ തന്നെയാണ് 18 വയസ്സ് മുതൽ തിങ്കളാഴ്ച വ്രതം എടുത്തത്. അപ്പോൾ അതാണോ അന്നത്തെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് ചോദിച്ചാൽ യെസ്, അതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. എന്നിട്ട് നമ്മുടെ കഥകളുണ്ടല്ലോ, ഓരോരോ എന്താണ് റഷ്യൻ നാടോടി കഥയിലും അവിടെ ഇവിടെയൊക്കെ എഴുതുന്നില്ലേ, ദെൻ ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അതാണ് നമ്മുടെ ലൈഫ് എന്ന് വിചാരിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാം, അവിടെ പോവാം ഇവിടെ പോവാം, അനുവാദം ചോദിക്കേണ്ട അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത്. കാരണം ഇവിടെ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ചേച്ചിയമ്മയുടെ അടുത്ത് അനുവാദം ചോദിച്ചായിരിക്കും ചേച്ചിമാർ വരണത്. അവരാരെങ്കിലും വരണമെങ്കിൽ അവരോട് ചോദിക്കണ്ടേ. വലിയച്ഛനും ചേച്ചിയമ്മയും ഞാൻ പുറകെ നടന്ന് ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം വിട്ടിട്ടുണ്ട്. ഇവിടെ അമ്മയും അങ്ങനെ തന്നെ. ഞങ്ങൾ 2 പേരും കൂടെ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഞാനും സാൻ ചേച്ചിയും ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 2 പേരും പോകുമ്പോഴും ഇത്രയും ഇതാണ് അന്നൊക്കെ. അയ്യോ അങ്ങനെയൊന്നും പോകാൻ പാടില്ല, പെൺകുട്ടികൾ അങ്ങനെ പോകാൻ പാടില്ല, ഇത് ലാസ്റ്റ് ടൈമാണ് കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ആ സിനിമ കാണുന്നത് ഭയങ്കര ഒരു അപരാധമായിട്ട് തോന്നിപ്പിക്കും വലിയച്ഛന് അമ്മയൊക്കെ. അവരിങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ സിനിമയ്ക്ക് വിടില്ല. അത് മാത്രമേ ഉള്ളൂ നമുക്ക് അന്നൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്നറിയോ, സിനിമയ്ക്ക് പോവാം, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കൂടെ സിനിമയ്ക്കൊക്കെ ഇറങ്ങിപ്പോവാം. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു അതായിരുന്നു ഇവിടെ. അത്രേ ഉള്ളൂ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പെരുമ്പാവൂർ ഏരിയ ആണല്ലോ. ഇവിടെ വന്നിട്ട് ഒരുപാട് ബംഗാളിൽ നിന്ന് വന്ന ആൾക്കാർ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന ആൾക്കാരിനെയാണ് ഇവർ ബംഗാളീസ് എന്ന് പറയുന്നതെങ്കിലും ഇത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുറേ ആളുകൾ ശരിക്കും ഉള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് ഇങ്ങനത്തെ വീടുകളിലൊക്കെ കയറി ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നവർ പെരുമ്പാവൂർ സൈഡിൽ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ കാണുന്നതുകൊണ്ട് ഈ ഇടയ്ക്ക് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി ഞാനും അറിയുന്നത് പോകാൻ ഇറങ്ങിയിട്ട് അമ്മ സമ്മതിച്ചില്ല. പിന്നെയും പാരതന്ത്ര്യം. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വന്ന സമയത്ത്, അപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് മോഹൻലാലിൻ്റെ ഇതില്ലേ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു കോട്ടയുണ്ട് ഇവിടെ, സിനിമ കൊട്ടയുണ്ട് ഇവിടെ, ആശീർവാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് പോകാനായിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇങ്ങനെ പോകരുത് അതെല്ലാം. ഞാൻ പറഞ്ഞ അമ്മ മലയാളം സിനിമയ്ക്ക് എവിടെയാണ് അമ്മയെ ബംഗാളികൾ വരണേ? അല്ലല്ലോ, അവിടെയൊക്കെ ഭയങ്കര അരാജകത്വം നടക്കുന്ന സ്ഥലമാണ്, നിങ്ങൾ പോകണ്ട ഏതാ ഫസ്റ്റ് ഷോയ്ക്ക്.
എൻ്റെ ദൈവം. അവസാനം ഡ്രൈവർ, അമ്മ, അരവിന്ദ്, ഞാൻ, പിന്നെ ആരുണ്ടായിരുന്ന അവരുടെ മകൻ ആരോ വരുന്നുണ്ട് തോന്നുന്നു. അതാരാണോ അവിടെ കൊണ്ടുവന്ന് സ്കൂട്ടർ വെച്ചിട്ട് പോയി, എൻ്റെ ദൈവമേ. അപ്പോൾ വട്ടത്തിൽ സ്കൂട്ടർ വെച്ചിരിക്കുക. ആരാ അത് ചോദിച്ചിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് എത്ര വയസ്സായി, ഞാൻ എവിടെയൊക്കെ തന്നെ പോയിട്ട് വന്നതാണ്. എൻ്റെ അമ്മയുടെ കാര്യം എന്ന് ആലോചിച്ചു, ഇപ്പോഴും ഇങ്ങനെ കൂട്ടിലിട്ട പൈങ്കിളി പോലെയാണ് ഇവിടെയൊക്കെ. സോ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്നൊക്കെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ പ്രായമുള്ളവർ കേൾക്കുന്നവർക്ക് അറിയായിരിക്കും എങ്ങനെയാണ് നമ്മൾ ജീവിതം കഴിച്ച് മുമ്പോട്ട് പോയതെന്നല്ലേ. സോ കൈലാസ യാത്രയ്ക്ക് പോയിട്ട് വന്ന വിശേഷങ്ങൾ അമ്മയോട് പറഞ്ഞ് ഏൽപ്പിച്ചപ്പോൾ അമ്മ പേടിച്ച് പോയി. ശരിക്കും അമ്മ, ഞാൻ ചോദിച്ചാൽ അമ്മയ്ക്ക് പേടി വന്ന അല്ല, ഒരു റിസ്ക് ആയി പോയില്ലേന്ന്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ ഇതിലേക്ക് നടക്കുന്നത് കേട്ടോ, നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. ഞാൻ ഈ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞെന്ന് മാത്രം, ഈ സിനിമയുടെ കാര്യമൊക്കെ അത് അന്നത്തെ ബാലിശ്യമായ ചിന്തയാണ്. അല്ല, ഇപ്പോഴും കണ്ടില്ലേ അമ്മയൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത്. സിനിമ ഒരു അത്യാവശ്യ ഘടകമല്ലെന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് കാണും കേട്ടോ, എനിക്ക് ഫിലിം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുമാണ്. എനിക്ക് കല എന്ന് പറയുന്നത് അതൊക്കെയാണ്. എന്ത് പൂരം ഉണ്ടെങ്കിലുമൊക്കെ, തൃശ്ശൂർ പൂരം ഞങ്ങൾ കണ്ടിട്ടില്ല. തൃശ്ശൂർ പൂരത്തിന് അച്ഛനമ്മയും കൊണ്ടുപോയിട്ടില്ല എന്നൊന്നും. ഇനിയിപ്പോൾ പിന്നെ പോകാനും പറ്റിയിട്ടില്ല. ഓരോരോ സമയത്തും പൂരം നടക്കുമ്പോൾ ഞാൻ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇനി നോക്കണം അല്ലേ, ഇനി റിട്ടയർമെൻറ്റ് സമയത്ത് പൂരം കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ. നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ ഒരുതരം റിവലേഷനാണ്, ദൈവമേ ഇങ്ങനെയായോ എന്നുള്ളത്. കാരണം ഈ നേപ്പാളിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ പോകുമ്പോഴേ, ഹിമാലയസിലേക്കൊക്കെ ഈ റോഡ്സൊക്കെ ഭയങ്കര മോശമാണ് നേപ്പാളിൽ. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹെലികോപ്റ്ററിൽ വന്നെന്ന് പറഞ്ഞില്ലേ, അത് ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാൻ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ കയറണം. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ്, എല്ലാ എക്സ്പീരിയൻസ്, ഈ ജേണി തന്നെ എക്സ്പീരിയൻസാണ്. ഈ റോഡ് ഇങ്ങനെ റോഡാണെങ്കിൽ ആദ്യത്തെ ആ 2 ചക്രം ഇങ്ങനെ പോകും. ഈ അറ്റത്തെ ചക്രം ഉണ്ടല്ലോ ഇങ്ങനെ ഈ കുഴിയില പോണേന്ന്. പുറയിൽ ബസ്സിൽ വന്നവർ പറയുമായിരുന്നു, കണ്ടാൽ പേടിയാകും നിങ്ങളുടെ ബസ് കാണുമെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ അച്ഛനോട് ഞാനിത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞേ, അപ്പോൾ ഇവരുടെ ബസ്സും അങ്ങനെ ആയിരിക്കില്ലേ? ഞാൻ പറഞ്ഞു, അതെ, മുമ്പിൽ പോണ ബസ്സാണ് ഇവർ കണ്ടിട്ട് ചിരിക്കണേ. അപ്പം അച്ഛൻ ചിരിക്കുന്നു, അവർ പേടിക്കുന്നു. അച്ഛൻ പറയും, അത് ശരി, ഇവരും ആ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഇങ്ങനെ നമ്മുടെ ബസ് ഡേഞ്ചറിൽ പോകുന്നതെന്ന് കണ്ടതെന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുറയിൽ വരുന്നവർക്കല്ലേ കാണാൻ പറ്റുള്ളൂ, അകത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ടെറൈനാണ്. പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഒരു കുഴപ്പം കൂടാതെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു അച്ചീവ്മെൻറ്റ്. ഇതൊരു അച്ചീവ്മെൻറ്റാണ്. ഇങ്ങനെയും ഉണ്ടോ അച്ചീവ്മെൻറ്റ് അല്ലേ? എന്തായാലും ശരി. പക്ഷേ ഇടയ്ക്കെല്ലാം ആ ബുക്കിൽ പറഞ്ഞ പോലെ ക്വിറ്റ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ തോൽവിയല്ല, ക്വിറ്റ് ചെയ്യുന്നത് നമ്മുടെ ജയത്തിൻ്റെ മുന്നോടിയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ക്വിറ്റ് ചെയ്യുക തന്നെ വേണം അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ക്വിറ്റ് ചെയ്യാനും മോശം വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ചിയേഴ്സ്.